സർപ്പാരാധന ചെയ്യുന്നവർക്ക് ഗരുഡനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മിഥ്യ മാത്രമാണ് കേട്ടോ. അതിനകത്ത് വലിയൊരു കാര്യമില്ല. സർപ്പം വളർന്ന് ഗരുഡനാവുക, ഗരുഡൻ വളർന്ന് നാഗാവുക എന്നൊരു ചൊല്ല് ഈ ഉപാസനാ സമ്പ്രദായത്തിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് പല ചാത്തൻ ഉപാസകന്മാരും ന്യൂജൻ ഉപാസകന്മാർ വന്നിട്ട് ശിവനെക്കാളും മുകളിലാണ്, വിഷ്ണുവിനെക്കാളും മുകളിലാണ്, ചാത്തനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ചാത്തൻ മോശമാവുന്നത്. അപ്പോൾ അവർ യഥാർത്ഥ ചാത്തനെ മാറ്റി പിടിക്കുകയാണ്. നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ വേഗം ലഭ്യമാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുടുംബദേവതയെ ഉപാസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ചാത്തസേവാ മഠത്തിൽ പോയിട്ട് നടന്നു പല ആൾക്കാരും പറയാറുണ്ട്. തന്ത്രത്തിലേക്ക് വരുന്ന സമയം നിർമ്മണി എന്ന് പറയുന്ന ഒരു നാഗിനിയുണ്ട്. വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരു നാഗിനിയാണ്. നാഗിനിയാണ് അത് വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരു നാഗിനിയാണ്. ഈ നാഗിനി എന്ന് പറയുന്നത് ഗരുഡനാൽ സേവിക്കപ്പെടുന്നവളാണ്. ഈ സർപ്പാരാധനയും അതേപോലെ തന്നെ ഗരുഡാരാധനയും രണ്ടും രണ്ട് വിധാനത്തിൽ വരുന്നതാണ്. രണ്ടും തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരാൾക്ക് തന്നെ പഠിക്കാൻ കഴിയുന്നതാണ്. ഈ സർപ്പാരാധന ചെയ്യുന്നവർക്ക് ഗരുഡനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു മിഥ്യ മാത്രമാണ് കേട്ടോ. അതിനകത്ത് വലിയൊരു കാര്യമില്ല. കാര്യം സർപ്പത്തെ ആരാധിക്കുന്ന പല കുടുംബങ്ങളെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഗരുഡോപാസന കൂടി ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തേക്കൊക്കെ വിഷവൈദ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ പ്രധാന ധർമ്മദേവത എന്ന് പറയുന്നത് സർപ്പമാണ്. സർപ്പത്തെ പ്രധാന ധർമ്മദേവതയായിട്ട് ആരാധിച്ചുകൊണ്ട്, സർപ്പത്തെ ഈശ്വരനായിട്ട് ആരാധിച്ചുകൊണ്ട് സർപ്പത്തിൻ്റെ പല രഹസ്യ വിധാനങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളിലും ഗരുഡൻ്റെ ഉപാസന ഉള്ളതായിട്ട് എനിക്ക് നേരിട്ടറിയാം. എന്ന് മാത്രമല്ല, ഗരുഡൻ്റെ ചില മന്ത്രങ്ങൾ നോക്കുന്ന സമയത്ത് അനന്തൻ ഇല്ലെങ്കിൽ മറ്റ് ഇതര നാഗദേവതമാർ ഋഷിയായിട്ടുള്ള മന്ത്രങ്ങൾ ഗരുഡനുണ്ട്. അതായത് ഗരുഡൻ്റെ ആ വിധാനം കണ്ടുപിടിച്ചത്, ആ വിദ്യ കണ്ടുപിടിച്ചത്, ആ മന്ത്രത്തെ സാക്ഷാത്കരിച്ചത് ഇന്ന നാഗമാണ് എന്നുള്ളതാണ് അതിനർത്ഥം. കാര്യം ആ മന്ത്രത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത്, ഋഷി എന്ന് പറയുന്നത് ഒരു നാഗമാണ്. നേരെ മറിച്ച് തന്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് നിർമ്മണി എന്ന് പറയുന്ന ഒരു നാഗിനിയുണ്ട്. വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരു നാഗിനിയാണത്. ഒരു നാഗിനിയാണ് അത്, വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരു നാഗിനിയാണ്. ഈ നാഗിനി എന്ന് പറയുന്നത് ഗരുഡനാൽ സേവിക്കപ്പെടുന്നവളാണ്. ആലോചിക്കുക, ഈ നാഗിനിയെ സേവിക്കുന്നത് ഗരുഡനാണ്. അപ്പോൾ ഗരുഡനെ നമ്മളൊരു വലിയ അപവാദമാണ് കൊടുത്തിരിക്കുന്നത്. ഗരുഡനെ സർപ്പത്തെ ഉപാസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗരുഡൻ പാടില്ല, ഗരുഡനെ ഉപാസിക്കുന്നവർക്ക് സർപ്പവും പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഗരുഡൻ സ്വയമേവ ഒരു നാഗോപാസകനാണെന്നും നാഗങ്ങൾ പലരും ഗരുഡനെ ഉപാസിച്ചിട്ടുണ്ടെന്നും നമുക്ക് ഈ മന്ത്രങ്ങൾ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് തത്വത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ പല കുടുംബങ്ങളിലും ഇത് രണ്ടും ചെയ്തിരുന്നതായിട്ട് നമുക്ക് നേരിട്ടറിയാം. പിന്നെ സർപ്പം വളർന്ന് ഗരുഡനാവുക, ഗരുഡൻ വളർന്ന് നാഗാവുക എന്നൊരു ചൊല്ല് ഈ ഉപാസനാ സമ്പ്രദായത്തിൽ കാണാനായിട്ട് സാധിക്കും. അതായത് സർപ്പം വളർന്ന് ഗരുഡനാവുക, ഗരുഡൻ വളർന്ന് നാഗാവുക എന്നൊരു ചൊല്ലുണ്ട്. അതായത് സർപ്പം ഉപാസന ചെയ്ത് വരുന്ന, സർപ്പം എന്ന് പറയുന്ന ഒരു വിധാനം, നാഗം എന്ന് പറയുന്ന ഒരു വിധാനം രണ്ടുണ്ട്. അപ്പോൾ ആ സർപ്പത്തെ ഉപാസന ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് നമ്മൾ ഗരുഡൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും, ഗരുഡ ദർശനവും ഗരുഡൻ്റെ ഉപാസന കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ നാഗത്തിൻ്റെതായിട്ടുള്ള വിധാനം അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഈ കരുത്തുകളെന്ന് പറയും, ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷചികിത്സയും ഇതര ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഗരുഡനെയും നാഗയക്ഷിയൊക്കെ ഒരുമിച്ച് ഉപാസിക്കേണ്ടുന്നതും അതിൻ്റെ പ്രയോഗങ്ങൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള പല സമ്പ്രദായങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സർപ്പത്തെ ഉപാസിക്കുന്നവർ ഗരുഡനെ ഉപാസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഈ ഗരുഡോപാസന എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഗരുഡോപാസന പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ വിഷവൈദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗരുഡോപാസന രീതി വരുന്നത്. ഇപ്പം നമ്മൾ പല കുടുംബങ്ങളിലും ഗരുഡോപാസനയെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാണാറുണ്ട്. ഗരുഡനെ സംബന്ധിച്ചുള്ള ഗരുഡൻ്റെ ഉപാസനയിൽ മരുന്നും മന്ത്രവും ഒരുമിച്ച് കൈകോർത്ത് പോകുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. ഗരുഡൻ്റെ പല മന്ത്രഭേദങ്ങളും, ഈവൻ മലയാള മന്ത്രം വരെ ഗരുഡനുള്ളതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ അത് അക്ഷരലക്ഷമൊക്കെ ജപിച്ച് പുരസ്കരണം ചെയ്യുന്നിരിക്കുന്ന ഒരു താന്ത്രിക വിധാനത്തിൻ്റെ ഒരു രീതിയും, അതുപോലെ തന്നെ മലയാള മന്ത്രങ്ങൾ കൊണ്ട് ഗരുഡനെ ഉപാസിക്കുന്ന ഒരു രീതിയും. ഇനി ഇതൊന്നുമല്ലാതെ ചില ഉപാസനകൾ ചെയ്യുന്ന സമയത്ത് ആ കൂടെ ഗരുഡൻ സിദ്ധിയായി വരുന്ന ഒരു രീതിയും, അങ്ങനെ പലതരത്തിലുള്ള ഗരുഡോപാസന രീതികൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വശമാണ് ഇപ്പോൾ നാഗത്തെ ഉപാസിക്കുമ്പോഴും അല്ലെങ്കിൽ ഗരുഡനെ ഉപാസിക്കുമ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വെച്ച് ചാത്തന്മാരെ ഉപാസിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുന്നത്? ചാത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളല്ല, ചാത്തന്മാർ തന്നെയുണ്ട്. അതിപ്പോൾ ഒരു ദേവതയാണ് ചാത്തൻ എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ പോലും ചാത്തന് പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഋഷീശ്വരന്മാരാൽ പൂജിക്കപ്പെടുന്ന ചാത്തൻ്റെ ഭാവം മുതൽക്ക് നമ്മൾ മറ്റൊരാൾക്കാരെ ഉപദ്രവിക്കാൻ പെടുന്ന ചാത്തൻ വരെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഗരുഡ ഉപാസനയുണ്ട്, സർപ്പോപാസനയുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പോലെ ചാത്തൻ ഉപാസന പാടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഈ സർപ്പത്തിൻ്റെ സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് നാഗച്ചാത്തൻ എന്ന് പറയുന്ന ഒരു നാഗച്ചാത്തൻ, പാമ്പൂരി കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന വിധാനങ്ങൾ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്.
പല സ്ഥലങ്ങളിലും ചാത്തനെ ചിത്രകൂടത്തിൽ പൂജിക്കുന്ന സർപ്പക്കാവുകളിൽ നാഗച്ചാത്തനെ ചിത്രകൂടത്തിൽ പൂജിക്കുന്നതായിട്ട് നമുക്കറിയാം. ചാത്തന് പ്രത്യേകം കർമ്മമുണ്ട്. അത് ഈ കരിനാഗേക്ഷിയുടെ മകനായിട്ട് ചാത്തനെ ആരാധിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാത്തനെ ബുദ്ധിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന ഒരു വിധാനമൊന്നുമല്ല. ഈ നാഗാരാധന എന്നൊക്കെ പറയുന്നത് വേരോടിയിട്ടുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്കാണ് അധികവും വേരോടിയിട്ടുള്ളത്. ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മൂർത്തി തന്നെയാണ് ചാത്തൻ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ചില തരത്തിലുള്ള ചാത്തൻ ഒരു മോശം ദൈവമാണ് എന്നൊരു കൺസെപ്റ്റ് ഇന്നത്തെ കാലത്തെ പല ആളുകൾക്കുമുണ്ട്. അതെന്തുകൊണ്ടാണ്? അല്ല, ചാത്തൻ മോശം ദൈവമാണ് എന്നൊരു കോൺസെപ്റ്റ് കൊടുക്കുന്നത് ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത് ചാത്തൻ പരബ്രഹ്മമാണ്, എല്ലാ ദേവന്മാർക്കും മുകളിലാണ് എന്ന് വാദിക്കുന്ന ആൾക്കാർ തന്നെയാണ് ചാത്തനെ മോശമാക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും പല കുടുംബങ്ങളിലുള്ള സ്വകാര്യ ദൈവമായിരുന്നു. അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉപാസിച്ച് കൊണ്ടുപോകുന്നിട്ടുള്ളൊരു ദേവതയാണ് ചാത്തൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് പല ചാത്തൻ ഉപാസകന്മാരും ന്യൂജൻ ഉപാസകന്മാർ വന്നിട്ട് ശിവനെക്കാളും മുകളിലാണ്, വിഷ്ണുവിനെക്കാളും മുകളിലാണ്, ചാത്തനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ചാത്തൻ മോശമാവുന്നത്. അപ്പോൾ അവർ യഥാർത്ഥ ചാത്തനെ മാറ്റി പിടിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ചാത്തൻ ഈ പറഞ്ഞ പോലെ പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഭയങ്കര ഇന്നിന് ചേരുന്ന തരത്തിലുള്ള ഇതര ദേവതമാരെ പോലുള്ള വേഷവിധാനങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ചാത്തനെയാണ്. പക്ഷേ കുറച്ച് നാളൊക്കെ മുന്നിട്ട് ചാത്തൻ്റെ ഈ മലയാള മന്ത്രങ്ങളൊക്കെ നോക്കുന്ന സമയത്തൊന്നും അങ്ങനെയല്ല ചാത്തൻ്റെ രൂപം പറഞ്ഞത്. കൈതമുള്ളു പോലത്തെ പല്ലും കാപ്പിരി മുടിയും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു ബാലസഹജമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു ദേവനായിട്ടാണ് ചാത്തനെ മന്ത്രങ്ങളിലേക്ക് കാണുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന ചാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണനെ പോലെ മുരുകനെയൊക്കെ പോലെ തരത്തിലേക്ക് ആകുന്നുണ്ട്. ഇനി ഉപാസകന് ഏത് തരത്തിലും ദേവതനെയാക്കാം. പക്ഷേ ചാത്തൻ എന്ന് പറയുന്ന ദേവൻ്റെ ഒരു സ്വാഭാവികമായിട്ടില്ലെങ്കിൽ പൂർവികന്മാരെ ആരാധിച്ചു വന്നൊരു ഭാവം ഉണ്ടല്ലോ, ഔത്തിൽ നിന്ന് വിട്ടുപോവാണ് എന്നൊരു പ്രശ്നം മാത്രമേ പിന്നെ അത് കാണാനുള്ളൂ. ഈ ചാത്തൻ ഇരിക്കുന്ന വട്ടശ്രീപീഠം പോലും ശ്രീചക്രമാണെന്നും പ്രപഞ്ചത്തിൻ്റെ മോഡലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. ഈ ചാത്തനിരിക്കുന്ന വട്ടപീഠം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരലാണ്. ഈ ഫോക്ലോർ അക്കാദമിയൊക്കെ മുൻകാലത്ത് ചാത്തൻ്റെ കളങ്ങളുടെ ഫോട്ടോയൊക്കെ അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 1-2 ഫോട്ടോസ് ഞാൻ വൈക്കം മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്ന് കാണാനിടയായിട്ടുണ്ട് അവർ ചെയ്ത ഫോട്ടോ. അപ്പോൾ ഈ ഇവിടെ നോക്കുന്ന സമയത്ത് ചാത്തൻ്റെ പഴയ കളങ്ങളിൽ പോത്തിങ്ങനെ പുറകെ കിടക്കുകയാണ്, അതിൻ്റെ മുകളിൽ ഒരലിരിപ്പുണ്ട്. ഒരലിൽ കമഴ്ത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ചാത്തൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാത്തൻ്റെ വട്ടപ്പീഠം എന്ന് പറയുന്നത് ഒരലാണ്. ഇപ്പം ഞാനിത് 1-2 ഈ ചാത്തനെ പരമ്പരാഗതമായിട്ട് ഉപാസിക്കുന്ന 1-2 പേരോട്, നമുക്ക് പരമ്പരാഗതമായിട്ട് ചാത്തൻ്റെ ഉപാസനയൊന്നും അല്ല, നമ്മൾ ചെയ്യുന്ന സർപ്പത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ചോദിച്ച സമയത്ത് അവരും പറഞ്ഞത് പല കുടുംബങ്ങളിലും ഒരലിൻ്റെ മുകളിൽ ചാത്തനെ കർമ്മം ചെയ്യുകയും ഒരലിൻ്റെ മുകളിൽ ചാത്തനെ ആരാധിക്കുകയും ചെയ്യുന്ന രീതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരലെന്ന് പറയുന്നത് ഭൂതാദിവാസമുള്ളതാണ്. അപ്പോൾ ചാത്തൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭൂതവർഗത്തിലേക്ക് വരുന്ന ഒരു ദേവതയായിട്ട് തന്നെയാണ് ഇതിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പം നമ്മൾ ശബരിമലക്ക് പോകുന്നത് പോലെ, ഗുരുവായൂരേക്ക് പോകുന്നത് പോലെ പല ചാത്ത സേവാ മഠങ്ങളിലും ആളുകൾ പോയി ദർശിക്കുന്നുണ്ട്. അപ്പം മുൻകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ആളുകൾ ഈ പറഞ്ഞ പോലെ ഗുരുവായൂരും മലക്കും പോകുന്ന പോലെ ആയിരുന്നില്ല ചാത്ത സേവാ മഠങ്ങളിലേക്ക് പോയിട്ടില്ല. ഇന്ന് അവർ പറയുന്നത് ചാത്തനെ ഉപാസിച്ചാൽ എല്ലാം എളുപ്പം ലഭിക്കും എന്നാണ്. ചാത്തനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിമുടി നാശമായിരിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ പല ആളുകളും ചാത്തനെ അങ്ങനെ ഉപാസിക്കാൻ വേണ്ടി പോകുന്നത്? അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മുതലാണ്. അപ്പോൾ കുറേ ആളുകൾ എന്താ പറയുക, വേഗേന ലഭ്യമാവും ഇത് കാണുന്ന സമയത്ത് ആളുകൾ ഇതിനകത്തേക്ക് പോകുന്നതാണ്. ഇപ്പം കുറേ നാൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഇതിനെ മോശം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വേഗം ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള സുഖം, നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ വേഗം ലഭ്യമാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുടുംബദേവതയെ ഉപാസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ചാത്തസേവാ മഠത്തിൽ പോയിട്ട് നടന്നു പല ആൾക്കാരും പറയാറുണ്ട്. ഈ ചാത്തനെ നമ്മളിപ്പോൾ ഇത്രയും നിവേദ്യ പുഷ്ടിയോട് കൂടിയിട്ട് ഇത്രയും എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക, ആരാധന, ഇതൊക്കെ കുടുംബക്ഷേത്ര ദൈവത്തിന് ചെയ്തു നോക്കി. അപ്പോൾ ഇതിനപ്പുറം ഉണ്ടാവും. അപ്പോൾ ചാത്തനെ തന്നെ ധർമ്മദൈവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചാത്തൻ ഒരിക്കലും മോശം എന്നല്ല പറയുന്നത്. ഈ പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചാത്തനെ ആരാധിക്കുന്നതെങ്കിൽ അത് ഏറ്റവും അധികം തരിക ധർമ്മദൈവമായിരിക്കും. ചാത്തനേക്കാൾ കൂടുതൽ ശക്തി ധർമ്മദേവതയ്ക്കാണ്. ശക്തി എന്ന് പറയുന്നതും വ്യക്തിനിഷ്ഠമാണ്. ഇപ്പം ചാത്തൻ്റെ ഉപാസകനിൽ ചാത്തൻ പ്രവർത്തിക്കുന്നത് പോലെ മറ്റൊരു വ്യക്തിയിലേക്ക് ചാത്തന് പ്രവർത്തിക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഭക്തിയുള്ളവരിലാണ് ദേവതമാരെല്ലാവരും അവരുടെ ശക്തിയെ കാണിക്കുന്നത്. അപ്പം ചാത്തൻ്റെ ശക്തി എന്ന് പറയുന്നത് മാന്ത്രികപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാത്തനേക്കാളും മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ശക്തിമത്തായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട്. ചാത്തനെ ഒഴിപ്പിക്കാനുള്ള വിദ്യകളും കാര്യങ്ങളൊക്കെ മന്ത്രവാദത്തിലുണ്ട്. ചാത്തനാണ് മന്ത്രവാദത്തിൻ്റെ അവസാന വാക്കെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ചാത്തൻ എന്ന് പറയുന്നത് കൽപ്പവൃക്ഷമാണ്. ഒത്തിരി ദേവതമാരുടെ, ഒത്തിരിയും കുടുംബങ്ങളുടെ ധർമ്മദൈവമായിട്ടിരിക്കുന്ന ഒരു മൂർത്തി തന്നെയാണ് ചാത്തൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ചാത്തൻ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ആരാധനാ പദ്ധതി തന്നെയാണ്. എങ്കിൽ പോലും പലപ്പോഴും ധർമ്മദൈവത്തിന് പകരം ചാത്തൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അതൊരിക്കലും ആശ്വാസ്യമായിട്ടുള്ള ഒരു നടപടിയല്ല.
മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ നമ്മൾ ഈ ഗരുഡോപാസനയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൽ ഈ ഈ കൃഷ്ണപ്പരുന്ത് സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നീ ഗരുഡനെ മാത്രമേ ഉപാസിക്കാവൂ, വേറൊരു ദേവതയും ഉപാസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ മോഹൻലാൽ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അങ്ങനെ പോകുന്ന സമയത്ത് അത് മൊത്തത്തിലൊരു നാശത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പം ഗരുഡനെ ഉപാസിക്കുന്നവർ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പാടുണ്ടോ? ഈ ചില ദേവതമാരെ നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് ഇതര ദേവത ഉപാസന പാടില്ല എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലതിനോട് ചേരുന്നതാവണമെന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊരു ഒരു ദേവതയുടെ ഉപാസന സ്വീകരിക്കുക. ഉപാസന എന്ന് പറഞ്ഞാൽ വെറും മന്ത്രജപം മാത്രമല്ല. നമ്മൾ ആ ദേവതയുടെ പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിനകത്തേക്ക് നമ്മൾ സ്വാംശീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നു, വസ്ത്രത്തിൽ മാറ്റം വരുത്തുന്നു, നമ്മുടെ ചിട്ട, നമ്മൾ എണീക്കുന്ന കാര്യം മുതൽക്ക് നമ്മുടെ നിത്യാനുഷ്ഠാനങ്ങളിലൊക്കെ മാറ്റം വരുത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചില ദേവതമാർക്ക് ഒരു ദേവതയുടെ വിധാനം മറ്റൊരു ദേവതമാർക്ക് പറ്റുന്നതാവണമെന്നില്ല. മോരും മുതിരയും പോലെ ആയി പോകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ദേവനെ പോയി ഉപാസിക്കുക, അടുത്ത ദേവനെ ഉപാസിക്കുക, അങ്ങനത്തെ ഒരു വിധാനമല്ല. കൃത്യമായിട്ട് ഉപാസനാ വിധാനങ്ങൾ നമുക്ക് ഒരു ദേവനെ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗരുഡൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ആ സിനിമയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമക്കകത്ത് വെറുതെ ഗരുഡോപാസന ചെയ്യാമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സമൂഹത്തിൽ കുറച്ച് ധർമ്മം കൂടി ചെയ്യാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഗരുഡന് വേണ്ടി ജീവിതം ബ്രഹ്മചര്യ വ്രതം ഒക്കെ സ്വീകരിക്കുന്ന, ഈ ഒരു ബ്രഹ്മചര്യം ഇല്ലാതെ ഗരുഡനെ ഉപാസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പലപ്പോഴും സ്ത്രീകൾ ഗരുഡൻ്റെ ഉപാസനയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരെ നമുക്കറിയാം. ഈ വീടുകളിലൊക്കെ വിഷവൈദ്യമൊക്കെ ചെയ്യുന്ന ചില അമ്മമാർ മരുമക്കൾക്ക് ഗരുഡോപാസന കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധുക്കളിൽ തന്നെ ചിലർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും ബ്രഹ്മചര്യത്തോട് ചെയ്യുന്നതല്ല. അപ്പം ബ്രഹ്മചര്യം ഇല്ല, അങ്ങനെ ഒത്തിരി ചിട്ടവട്ടങ്ങളോട് ഗരുഡോപാസന ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതര ദേവത ഉപാസനകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഗരുഡനാണെങ്കിൽ ഗരുഡൻ മാത്രം, ഹനുമാനാണെങ്കിൽ ഹനുമാൻ മാത്രം, കാളിയാണെങ്കിൽ കാളി മാത്രം. അപ്പോൾ അത് നമ്മളെ ജീവിതചര്യയായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഇതര ദേവതമാരുടെ ഉപാസനയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഛിന്നഭിന്നാക്കാൻ പാടില്ല. ഇതര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയിട്ട് നമ്മുടെ ഉപാസനയെ താറുമാറാക്കാനായിട്ട് പാടില്ല. അതിനപ്പുറം നമുക്ക് ഇതിനൊന്നും സമയമില്ല. ഈ ദേവനെ ശ്രദ്ധിക്കാൻ തന്നെ നമുക്ക് സമയമുള്ളൂ. നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് തന്നെ കൂടുതൽ ഒരു കുഴി തന്നെ വീണ്ടും വീണ്ടും കുത്തുക, പല കുഴി കുത്തുന്നതിനേക്കാളും നല്ലത്.